ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മുടെ ഹോം ഫേഷ്യലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഫേഷ്യൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഫേഷ്യൽ ഇപ്പോൾ എനിക്ക് എൻ്റെ മുഖത്ത് ഫേഷ്യൽ ചെയ്യാൻ എനിക്ക് അറിയില്ല. എനിക്ക് അതിൻ്റെതായ കറക്റ്റ് പ്രോസസ്സൊന്നും അറിയില്ല. അപ്പോൾ ഏട്ടനാണ് എനിക്ക് ചെയ്യുന്നത്, ഹസ്ബൻഡാണ് കേട്ടോ. ആളാണെങ്കിൽ ചെയ്തിരുന്നത്. അവസാനം എന്നോടുള്ള ദേഷ്യമൊക്കെ തീർക്കുന്നതുകൊണ്ട് കണ്ടില്ലേ, മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും കുത്തി വെച്ച് പോക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണാത്തവർ പോയിട്ടൊന്ന് കാണണേ. ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ബ്ലീച്ചിൻ്റെയും ക്ലീനപ്പിൻ്റെയും പിന്നെ ഈ ഫേഷ്യലിൻ്റെയും ഒക്കെ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും പോയിട്ട് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്തും ഇപ്പം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റില്ലേ. പക്ഷേ എല്ലാത്തിനും എന്താണ് നമ്മൾ പൈസ കൊടുക്കണം, എല്ലാ കാര്യത്തിനും പൈസ കൊടുക്കണം. ഇപ്പോൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്യണമെങ്കിലും പലതരത്തിലുള്ള ഫേഷ്യലൊക്കെ ഒരുപാട് കാശാണല്ലോ. ഇപ്പോൾ പാർലറിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും വല്ലപ്പോഴൊക്കെ പോയി ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും പോയി ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഏട്ടൻ തന്നെ വീട്ടിൽ നിന്നെല്ലാം ചെയ്തു തരാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഫേഷ്യൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫേഷ്യലാണ് നമ്മുടെ എന്തായിരുന്നു ഗോൾഡൻ ഫേഷ്യലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഏട്ടൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ഉണ്ടായ മുഖത്തിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. കാരണം മുമ്പ് എനിക്കിതുപോലെ ചെയ്തൊന്നുണ്ടായിരുന്നു. മുമ്പ് 2-3-4-5 പ്രാവശ്യം എനിക്ക് ചെയ്ത സമയത്തൊക്കെ നല്ല മാറ്റം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണല്ലോ പിന്നെയും ഏട്ടനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആള് പിന്നെ വെച്ചാൽ നമ്മൾ ക്രീമും കാര്യങ്ങളും ഇടുമ്പോൾ എപ്പോഴും മുഖത്തും കഴുത്തും ചെവിക്കൊക്കെ ഇടാൻ വേണ്ടി നോക്കണം കേട്ടോ. ആള് നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല പ്രൊഫഷണൽ ടച്ചോട് കൂടിയാണ് ആൾ ചെയ്യുന്നത്. കുറേ അതിൻ്റെ ഇടയിൽ എന്നെ വേദനിപ്പിക്കുന്നുണ്ടോയെന്നോ അതും സംശയമാണ്. കാരണം ഇടയ്ക്കൊരു ഇത്തിരി ശക്തിയിൽ ഇങ്ങനെ അടിക്കുകയും കുത്തിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എൻജോയ് ചെയ്തു. കാരണം എനിക്ക് ഇത്രയെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് ആളുടെ സമയം മെനക്കെടുത്തിട്ട്. പിന്നെ അന്ന് സുഖമില്ലായിരുന്നു, ആൾക്ക് നല്ല അസുഖമായിരുന്നു. എനിക്കും വയ്യാതിരിക്കുകയായിരുന്നു, വൈറൽ ഫീവർ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. പക്ഷെ എന്നാൽ ആ സമയത്ത് എനിക്ക് ആൾ ചെയ്തു തന്നു. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പറഞ്ഞു പോകാൻ പറ്റാത്ത സമയമായതുകൊണ്ട് ഇട്ടാ നീ പേടിക്കണ്ട, ഞാൻ ചെയ്തു തന്നോളല്ലോ എന്ന് പറഞ്ഞാൽ ആൾ എന്നെ പോയിട്ട് എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങി തന്നു ചെയ്തു തന്നിട്ടാ. വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നമുക്ക് എന്തിനും കൂടെ നിൽക്കുന്നത് ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പിന്നെ അതൊക്കെ തന്നെയല്ലേ സന്തോഷം. ഏട്ടനും കൊണ്ട് പറയാനുള്ളത്, എന്ത് കാര്യത്തിൽ ഞാൻ എന്ത് പൊട്ടത്തരം ചെയ്താലും എന്തിനായാലും കൂടെ നിൽക്കും കേട്ടോ. ആള് എന്ത് കാര്യം ആയിക്കോട്ടെ പറഞ്ഞാൽ മതി, ഏട്ടാ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നൊരു പറഞ്ഞിട്ട് ചെയ്താൽ ആള് സപ്പോർട്ടാണ്. പറയാതെ ചെയ്ത കാര്യങ്ങൾ പിന്നെ ചെയ്തതിൻ്റെ പറഞ്ഞാലും ചെറിയൊരു നീരസം കാണിക്കും. എന്നാലും എന്നോട് എപ്പോഴും ഒരു അലിവ് തന്നെയാണ് കേട്ടോ ആൾക്ക്. എപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെ എന്നോട് പെരുമാറുള്ളൂ. അപ്പം നിങ്ങൾക്കിതുപോലെ നല്ല അടിപൊളി ഭർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറയാൻ മറക്കരുത്. ഇതുപോലെ വല്ലപ്പോഴും ഭർത്താവ് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഫേഷ്യൽ ഇതായി കണ്ടില്ലേ, ഓരോന്നൊക്കെ ചെയ്യുന്ന കാണുന്നില്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്തു തരുന്നവരുണ്ടെങ്കിൽ വന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത്. നാലാൾ അറിയട്ടെ എന്നേ നിങ്ങളുടെ ഭർത്താവിനെ. കമൻറ്റിലൂടെങ്കിലും വന്ന് അവർ മനസ്സിലാക്കട്ടെ. അപ്പം മറക്കരുത്. എൻ്റെ വീഡിയോസിൽ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഷോർട്ട് വീഡിയോസും ഉണ്ട്, ആക്ടിങ് വീഡിയോസ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ബൈ ബൈ, സീ യു.